दूर उन पहाड़ियों में कुछ तो बसता है, वहीं मेरे सुकून का रास्ता है। Sin kahwa. इसलिए इसका नाम पड़ गया का and whoever drink that tells wa. Its name is kahwa. You can make this kahwa at home. അങ്ങനെ ചെന്നിറങ്ങി ആദ്യമായി കിട്ടിയത് കാവയാണ്. കാവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുങ്കുമപ്പൂ, വാൽനട്ട് അതൊക്കെ പൊടിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം കാവയാണ്. അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ കാഴ്ചകൾ കണ്ട് പെഹൽഗാമിലേക്ക്. അങ്ങനെ ഞങ്ങൾ കാശ്മീരിലെത്തിയിരിക്കുകയാണ്. കാശ്മീർ തലേന്ന് എത്തി, ഇന്നലെ രാത്രി എത്തി. ഇതിവിടെ താമസിച്ചു. ഹോട്ടൽ അക്സ, ആ ഹോട്ടലാണ് പുറകെ കാണുന്നത്. വളരെ നല്ല ഒരു ക്ലൈമറ്റ്. അത്യാവശ്യം എനിക്കൊന്നും ഒരു 13 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ ഇവിടെ. അങ്ങനെ ഞങ്ങളിപ്പോൾ പഹൽഗാമിലെത്തിയിരിക്കുകയാണ്. കാശ്മീരിലെ പഹൽഗാമിൽ എത്തിയിട്ട് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാനാണ് ഇനി പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ പഹൽഗാമിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് 3 പോയിന്റിലേക്ക് പോവാണ്. ഒരു സൈറ്റ് സീൻ കാണാൻ വേണ്ടി പോവാണ്. അതിൻ്റെ പേരാണ് ABC. ABC എന്ന് പറയുന്നത് കാണിച്ചാൽ ഇത് നമ്മളിവിടെ കാണിക്കും. നമുക്ക് പോകേണ്ട റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആരു, ചന്ദമാലി, ബേത്താപ്പാലി ഉണ്ടോ.
വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഹലോ, അങ്ങനെ ഗുൽമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയിലാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹോട്ടൽ കണ്ടു, നോർത്ത് മദ്രാസ് കഫേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ നിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഡ്രൈവറാണെങ്കിൽ അത്യാവശ്യം പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും കഴിവുള്ളൊരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ പാട്ടും കേൾക്കുന്നുണ്ട്, ഞാനും ഒന്നിച്ച് പാടി. അങ്ങനെ സ്ഥലത്തെത്തി. ഹലോ ഗൈസ്, അങ്ങനെ ഗുൽബർഗിൽ എത്തിയിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് ഗൈഡ്സ് ഉണ്ട്, ഒരുപാട് മലയാളികളുടെ ഇവിടെ നടക്കുന്നുണ്ട് ചെന്നം ഭിന്നമായിട്ട്. ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ വേണം നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ. റൈഡ് എന്ന് പറയുന്നത് പോണിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു 3 കുതിരകളെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് യാത്ര ചെയ്യാം. അതിലിൻ്റെ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നല്ല വലിയൊരു കുതിര ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടതിൽ എനിക്കൊന്ന് അത്യാവശ്യം എൻ്റെ പിറകിൽ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലതാണ്. നമുക്ക് നല്ല സ്ഥലത്താണ് പോകേണ്ടത് കേട്ടോ. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശത്തിലാണ് എത്തിയിരിക്കുന്നത്. പഞ്ചറാവൂല, എണ്ണ അടിക്കണ്ട, ഒന്നും ചെയ്യണ്ട, സൂപ്പറായിട്ട് കാണാം. ഇവിടെ കാണുന്ന എല്ലാ കുതിരകളും വന്നിരിക്കുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റിനെയും കൊണ്ടാണ് കേട്ടോ. എത്രയോണം ഹോഴ്സ്. റൈഡ് ചെയ്ത് കുറച്ച് മേലെ എത്തിയിരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടി മേലെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്നോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോണിക്കൊന്ന് വിശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഉള്ള ചെറിയൊരു ഏരിയ ആണ് കണ്ടത്. അത്യാവശ്യം ചായ ഉണ്ട്, സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്കിവിടെ നിന്ന് വീണ്ടും മേലോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മനസ്സിലായ കാര്യമാണെന്ന് പറഞ്ഞാൽ, ഈ പോണി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും സമയം വന്നപ്പോൾ തന്നെ നമുക്ക് ഈ പോണിയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം ഇത് പഠിക്കുന്ന ഏരിയ എവിടെ ഉണ്ടെങ്കിലും പോയി പഠിക്കാം. അത് രസം. അങ്ങനെ ഗുൽമർഗിലെ കില്ലൻമർഗിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ ഏരിയ, കണ്ടോ കേട്ടോ. അപ്പോൾ ഇവിടെ പരമാവധി നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. അയ്യോ, 1200 ആണ് പറയുന്നത്. അതായത് മറ്റിങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, സ്കീൻ, അതാ പറഞ്ഞത്. സ്കീൻ വേണ്ട, നമുക്ക് ഒത്തിച്ച് അവർ ഫുൾ ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് വേണമെങ്കിൽ ഒരു 300 ഒക്കെ കിട്ടും ചിലപ്പോൾ. നമ്മൾ ഇത് കുറച്ച് താഴെ നിന്ന് ഇതുപോലെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ 800 പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും 1200 ആയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത്. യെസ് ബോസ്. അപ്പോൾ അങ്ങനെ സ്കീൻ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ചെറിയ ബാർഗെയിൻ ചെയ്തിട്ട് ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മേലോട്ട് പോയിട്ട് വരാം. എങ്ങനെ ഉണ്ടാവും അറിയില്ല, വീഴുമോ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് സ്കീൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ. ഇത് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത്യാവശ്യം പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ഞാൻ മേലെ പോയിട്ട് അവിടെ ദൂർന്ന് വരുന്നത് കണ്ടോ. വെള്ളം കണ്ട നിൽക്കാൻ പുതിയ ഇവിടെ നിൽക്കുന്നൊന്നുമില്ല. അതാ ഇത് പിന്നെ കുട്ടിയെ എടുക്കാനായിട്ട് വന്ന ഒരാളാണ്, നോക്കാനായിട്ട് വന്ന ഒരാളാണ്. കാരണം അത്രയും നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്ത് വളരെ റിസ്ക്കാണ്. അതുകൊണ്ട് പുള്ളി സപ്പോർട്ട് ചെയ്ത് പുള്ളിക്ക് ഒരു റേറ്റ് ഉണ്ട്. ഗുൽമർഗിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോഴ്സ് റൈഡ് തന്നെയാണ്. കാര്യം നമ്മൾ വെറും 100 മീറ്റർ 200 മീറ്റർ ഊട്ടിയിലൊക്കെ പോകുമ്പം ജസ്റ്റ് ഇങ്ങനെ റൈഡ് ചെയ്യിപ്പിക്കുമല്ലോ.
അതിന് നമ്മൾ അത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കണം. ഇതെന്ന് പറയുന്നത് 13 കിലോമീറ്റർ ഹോഴ്സ് റൈഡ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. बढ़िया था। अच्छा देखो भाई ये खिलन मार्ग फर्स्ट फेज टॉप पे सेकंड फेज है ये देखो. അങ്ങനെ കില്ലൻമാർക്കിൽ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് ഒന്ന് ഇത് കാണാൻ എൻജോയ് ചെയ്യണം. ജീവിതത്തിൽ ഇതൊക്കെയുള്ളൂ നമ്മുടെ സന്തോഷം അല്ലേ. കാശ്മീരിലെ ഈ ഒരു മനോഹരമായ കാഴ്ചയും കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ പറയുന്നു. പാർട്ട് 3 കാണാം. ഇനി ശ്രീനഗർ. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. കാശ്മീരിലെ ശ്രീനഗറിലാണുള്ളത്. ശ്രീനഗറിൽ നിന്നും നമ്മളിപ്പോൾ ഡാൽ ലേക്ക് കാണാനായിട്ട്, അതായത് ഷിക്കാര റൈഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുമ്പ് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കരീംസ് റെസ്റ്റോറൻറ്റ് കണ്ടു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കരീംസ്. കരീംസ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദിനടുത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കരീംസ്. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ആ ഒരു സത്യം മനസ്സിലായത്. പേര് മാത്രമേ ഉള്ളൂ, ഒറിജിനൽ അല്ല. പറ്റിച്ചു. ഇത് ഫേക്ക് ആണെന്നുള്ള കാര്യം മനസ്സിലായത് അതിൻ്റെ മെനുവിൽ അവസാനം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ബാക്ക് പേജിൽ എഴുതിയിട്ടുണ്ട് ഇത് കരീംസുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഷിക്കാർ റൈഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. കുറച്ച് വെയിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ് കുൽഫി. അത് കഴിച്ചിരിക്കുന്നു. ഷിക്കാർ അല്ല, ഷിക്കാര റൈഡ് എന്നാണ് കറക്റ്റ്. അപ്പോൾ ഷിക്കാർ എന്ന സിനിമ കണ്ടതുകൊണ്ട് അതന്നെ വന്നോണ്ടിരിക്കും. ദിസ് ഈസ് ഷിക്കാര റൈഡ്. അപ്പോൾ ഇതിൻ്റെ ഡാൽ ലേക്കിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഈ ബോട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം കണ്ടോ ഒരുപാട് ബോട്ട്, നമ്മുടെ സാധാരണ ടൂറിസ്റ്റിൻ്റെ ബോട്ടുകളുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് യെസ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്കിതാ നോക്കിയോ हॉट चॉकलेट कितना? एक 1 2 3 कितना रेट? 150 सर. 150. check the quality, biggest size. 150. only one. അത് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ വേണമെങ്കിൽ ഇനിയും വാങ്ങാം. ഇനിയും കിടക്കല്ല ഇവിടെ ഇഷ്ടം പോലെ. നോക്കട്ടെ ഹോട്ട് ചോക്ലേറ്റ്. ഇതൊക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. നോക്കാം. ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു കാവയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 50 റുപ്പീസാണ്. ഈ കാവ എന്ന് പറയുന്നത് അവിടുത്തെ കുങ്കുമപ്പൂ, വാൾനട്ട് അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേകതരം കാവയാണ്. അതും കുടിച്ച് ഈ ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഷിക്കാര റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പല കച്ചവടക്കാരും വരും. പലതും ഇതുപോലെ അവിടുത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് 2000 ആണ്. ഞാൻ പറഞ്ഞു കോസ്റ്റ്യൂം മാത്രം മതി, ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ അത് പറ്റില്ല, അത് മൊബൈൽ എടുക്കുന്നുണ്ടെങ്കിലും 2000 എന്തായാലും വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി. ഇതിലിരിക്കുമ്പോൾ പഴയ ഒരു റാഫി സാബിൻ്റെ ഒരു മനോഹരമായ ഗാനം എൻ്റെ മനസ്സിൽ കൂടി വന്നു. ഷമ്മി കപൂർ അഭിനയിച്ച ഒരു ഗാനമാണ്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഡാൽ ലേക്കിൽ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. പഴയ സിനിമയും പുതിയ സിനിമയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാശ്മീരിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് ശ്രീനഗറിലെ ഡാൽ ലേക്ക്. അങ്ങനെ കാശ്മീരിൽ നിന്ന് വിട പറയുകയാണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് സന്ദർശിക്കണം. മനോഹരമായ കാഴ്ചയാണ്, മനോഹരമായ അനുഭൂതിയാണ്. കാശ്മീരിൽ നിന്ന് വിട പറയുകയാണ്. സോ ഗുഡ് ബൈ ഫ്രം ദിസ് പാരഡൈസ്.